ഹായ് ഓൾ, വെൽക്കം ടു അഞ്ജു സ്വീറ്റ് ഹോം. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഹെൽത്തി, ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ സാലഡ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ബട്ടർ, ചിക്കൻ ബ്രസ്റ്റ് പീസ് ബോൺലെസ് ആയിട്ടുള്ളതെടുത്ത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ്. ക്രഷ്ഡ് ചില്ലി, ഉപ്പ്, കുരുമുളക് പൊടി, ക്യാരറ്റ്, കുക്കുംബർ, ക്യാബേജിന് പകരം നിങ്ങൾക്ക് ലെറ്റ്യൂസും എടുക്കാം. ക്യാപ്സിക്കം, കേർഡ്, കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്, പുളിപ്പില്ലാത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ പുളിപ്പില്ലാത്തത് നോക്കി തന്നെ എടുക്കണം. നാരങ്ങ നീര്, വെളുത്തുള്ളി പേസ്റ്റ്. നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടി ചിക്കൻ മാത്രമേ കുക്ക് ചെയ്തെടുക്കാൻ ഉള്ളൂ. അത് നമുക്ക് ആദ്യം ചെയ്യാം. അതിനായി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുത്തു. അതിലേക്ക് ചിക്കൻ പീസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ്റെ പീസസ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ്, ഇത് രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഞാൻ ഉപ്പിട്ടത് റെക്കോർഡായില്ല, സോറി. ഇടയ്ക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ചിക്കൻ കുക്കായി വരാനായിട്ട് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ സമയം മതിയാവും. കാരണം ചെറിയ പീസസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സാലഡിന് വേണ്ട ഡ്രസ്സിങ് തയ്യാറാക്കാം. അതിനായി ഇവിടെ തീരെ പുളിപ്പില്ലാത്ത കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അതേ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഒന്നുടച്ചു കൊടുക്കുക. ബീറ്ററോ മിക്സിയുടെ ജാറോ ഒന്നും ഉപയോഗിക്കരുത്. ഫോർക്കോ സ്പൂണിൻ്റെ ബാക്ക് കൊണ്ടോ ഒന്ന് നന്നായിട്ട് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതിൽ 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ നാരങ്ങ നീര്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എരിവിനനുസരിച്ചാണ്, നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. ചിക്കനിൽ ഓൾറെഡി നമ്മൾ മുളക് ചതച്ചത് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബറാണ്. ഇതൊരു 2 ടീസ്പൂൺ വരുമായിരിക്കുമേ. അതിലേക്ക് 1.5 ടീസ്പൂൺ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, എല്ലാം ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ക്യാബേജ് ചെറുതായി കട്ട് ചെയ്തതാണ്, അതൊരു 5 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെറ്റ്യൂസും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ, ക്യാബേജിന് പകരം. ഇനി ഇതിൽ കൂടെ നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാലഡ് ഡ്രസ്സിങ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. മിക്സ് ചെയ്ത് എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പും എരിവും ഒക്കെ നമ്മുടെ വീട്ടിലുള്ളവരുടെ പാകത്തിനാണോ എന്ന്. ആണെന്നുണ്ടെങ്കിൽ മതി, അല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടെ കുരുമുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പം എല്ലാവർക്കും ഈ ഹെൽത്തി, ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സാലഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാലഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.